ഹലോ ഗോയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വ്ളോഗിലോട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുട്ടികൾക്കുള്ള പാർക്കിലേക്കാണ്, അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. വേവ് ലാൻഡാണ്, നമ്മുടെ കുന്നുപ്പുറം റോട്ടിലുള്ള വേവ് ലാൻഡ് എന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ മലപ്പുറത്തുള്ള എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാനും കുട്ടികൾക്ക് നല്ല എൻജോയ് ആയിട്ട് ചെയ്യുവാനും പറ്റിയ നല്ലൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് വേവ് ലാൻഡ്. അപ്പോൾ അവിടെയുള്ള ഒരു ഫസ്റ്റ് എൻട്രിയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, നല്ല അറ്റ്മോസ്ഫിയറാണ്, ഒരു കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. വണ്ടി പാർക്കിംഗ് കണ്ടില്ലേ, നിറയെ ആളുകളുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അധികവും കുട്ടികളാണ് വന്നിട്ടുള്ളത് കേട്ടോ. കൊച്ചു കുട്ടികളായിട്ടാണ് ഈ പാർക്കിലോട്ട് അധിക പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എൻട്രിയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എൻട്രി തന്നെ വേവ് ലാൻഡ് വിത്ത് ദ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള വാട്ടർ തീം പാർക്ക് ഉണ്ട്. കുട്ടികൾക്ക് റൈനി ആയിട്ടുള്ള കളിക്കാൻ പറ്റിയ നല്ല ഡിസ്കോ പാട്ടൊക്കെ ഇട്ടിട്ട് കളിക്കാൻ പറ്റിയ അതൊരു റൈനി ഹൗസ് ഉണ്ട്. അതിന് പിന്നെ തൊട്ട് സൈഡിലായിട്ട് വേറൊരുണ്ട്, ഈ ഒരു വാട്ടർ പാർക്ക് തീം പാർക്ക് ഉണ്ട്. ശരിക്കും ഇതാണ് അടിപൊളി അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നല്ല വെള്ളത്തിൽ കളിക്കാനും അതിനുപരി അതിൻ്റെ എല്ലാ സൗകര്യം, ഡിസ്കോ ഡാൻസോട് കൂടിയിട്ട് എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഫ്രെയിമായിട്ട് ബട്ടർഫ്ലൈയിൽ ജസ്റ്റ് കുട്ടികൾക്കും വലിയവർക്കെല്ലാം വന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിമാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ മെയിൻ എൻട്രി. അതും കുട്ടികൾക്കുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് ഈ ബട്ടർഫ്ലൈൻ്റെ തൊട്ടടുത്തായിട്ടാണ് എന്തുള്ളത്, ഈ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്ക് സ്ഥിതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് അതൊരു ബോളൊക്കെ വന്ന് സെറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു കളിക്കാൻ ഗെയിമുള്ള നല്ലൊരു ഗെയിം ആയിട്ടുള്ള ഒരു കളിയാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു എയർ ബലൂൺ ഉണ്ട്. എയർ ബലൂൺ അത് അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു സൗകര്യമുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. ഇതിനൊക്കെ കുറഞ്ഞ റേറ്റുള്ളൂ കേട്ടോ. കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിലാണ് ഇവർ ഇതൊക്കെ സജഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ നമ്മൾ നൈറ്റ് ടൈമിലൊക്കെ ലാസ്റ്റ് വരുന്നവർക്കൊക്കെ നല്ല സുഖമാണ്. കാരണം ഫുൾ ടൈം അവർ പോസ്റ്റ് ചെയ്യുന്നവരെ അതിൽ കളിക്കാനുള്ള ടൈം കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ടൈമിൽ പിന്നെ നൈറ്റ് ആകുമ്പോൾ LED വിത്ത് ഡിസ്കോ ഡാൻസോട് കൂടിയുള്ള പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് കേട്ടോ. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല. വെള്ളമൊക്കെ ചാടുന്ന നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം താഴേക്കൊക്കെ ചാടുന്നത്. ഒരുപാട് കുട്ടികൾ അതിൽ വന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഗെയിം. ഇതിൽ വേവ് ലാൻഡിലെ മെയിനായിട്ടുള്ള ഒരു തീം പാർക്ക് ഈ ഒരു വാട്ടർ പാർക്ക് തന്നെയാണ് കേട്ടോ. അതാണ് ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരാവുന്നവർക്ക് അത് മാക്സിമം വരാൻ ശ്രമിക്കുക. അപ്പോൾ കൊച്ചുകുട്ടികളുടെ കളികളെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേവ് ലാൻഡിൻ്റെ കൂടുതൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയുന്നവർ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ലാസ്റ്റൊക്കെ എൻ്റെ ക്ലോസിംഗ് ടൈം ഏകദേശം ഒരു 10-11 മണിക്കൊക്കെയാണ് ഇതിൻ്റെ ക്ലോസിംഗ് ടൈം. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.